നമ്മുടെ സമൂഹത്തിൽ നമുക്കിടയിൽ ചില ആളുകളുണ്ട്. നമ്മൾ ജീവിക്കുന്നതെല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. മക്കൾക്ക് നാളേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയാണ് ഈ പെടാപ്പാടുപെടുന്നത് എന്നൊക്കെ പറഞ്ഞ് രാവും പകലും അധ്വാനിച്ച് നേരത്തിന് ഭക്ഷണവും അതുപോലെ ആരോഗ്യവും നോക്കാതെ ഒരുപാട് സമ്പാദിച്ച് കൂട്ടുന്നവരുണ്ട്. അത്തരക്കാരെ സത്യത്തിൽ മണ്ടന്മാരാണെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം നമ്മുടെ പഴയ പൂർവികരൊക്കെ എത്ര വളരെ കൃത്യമായിട്ടായിരുന്നു ജീവിതത്തെ നോക്കിക്കണ്ടത്. അവർ മക്കൾക്ക് പ്രായപൂർത്തിയായി അവർ സ്വന്തം കാലിൽ നിൽക്കാനായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുവരെ അവർക്കുള്ള പഠനവും ഭക്ഷണവും വസ്ത്രവും മറ്റ് ചിലവുകളും എല്ലാം വളരെ കൃത്യമായി നിർവഹിച്ച് അതിനുശേഷം അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കി വിടാറാണ് പതിവ്. എന്നാൽ മറ്റു ചിലർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം തൊലച്ച് അവസാനം മക്കളാൽ പുറന്തള്ളപ്പെട്ട് കഴിയുന്ന എത്രയോ ആളുകൾ. അവരാണ് കൂടുതലും വൃദ്ധസദനങ്ങളിലും മറ്റുമൊക്കെയായി അനാഥരായി കാണപ്പെടുന്നത്. റെയ്മണ്ട് വസ്ത്ര ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ഗൗതം സിംഘാനിയയെ മിക്കവർക്കും പരിചിതമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് വിജയ്പത് സിംഘാനിയയെക്കുറിച്ച് അധികം ആളുകൾക്കും അറിയണമെന്നില്ല. റെയ്മണ്ട് ഗ്രൂപ്പിന് ഏകദേശം 14,280 കോടി രൂപയുടെ വിപണി മൂല്യമാണുള്ളത്. ഒരു കാലത്ത് മുഴുവൻ റെയ്മണ്ട് സാമ്രാജ്യത്തിൻ്റെയും തലവനായിരുന്നു വിജയ്പത്. ഇപ്പോൾ വാടക വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. ഒരിക്കൽ അനിൽ അംബാനി, മുകേഷ് അംബാനി, ഗൗതം അദാനി അതുപോലെ മറ്ററിയപ്പെടുന്ന ശതകോടീശ്വരന്മാർ എന്നിവരെക്കാൾ സമ്പന്നനായിരുന്നു വിജയ്പത് എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ പലർക്കും അത്ഭുതമായി തോന്നാം. 1925 മുംബൈയിൽ ഒരു വസ്ത്രനിർമ്മാണശാലയായി ആരംഭിച്ച റെയ്മണ്ട് ഇന്ന് ഇന്ത്യയിലുടനീളം ഫാഷന്റെ പര്യായമായി മാറിയിരിക്കുകയാണ്. കൈലാഷ് പത് സിംഘാനിയയാണ് റെയ്മണ്ടിന് തുടക്കമിട്ടത്. 1980 കൈലാഷ് പത് സിംഘാനിയ തൻ്റെ അനന്തരവൻ വിജയ്പത് സിംഘാനിയയ്ക്ക് അധികാരം കൈമാറി. 1986 തുണിക്ക് പുറമെ പാർക്ക് അവന്യൂ എന്ന ബ്രാൻഡ് വിജയ്പത് ആരംഭിച്ചു. 1990 ഇന്ത്യക്ക് പുറത്ത് റെയ്മണ്ടിൻ്റെ ആദ്യ ഷോറൂം തുറന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റെയ്മണ്ട് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്കാണ് കുതിച്ചത്. 2015 എല്ലാ ഓഹരികളും കമ്പനികളും തൻ്റെ മകൻ ഗൗതം സിംഘാനിയയ്ക്ക് വിജയ്പത് കൈമാറി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ കാണിച്ചതെന്ന് വിജയ്പത് പിന്നീട് പറയുകയും ചെയ്തു. ഗൗതം കമ്പനി ഏറ്റെടുത്തതോടെ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങി. ഫ്ളാറ്റിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതിനാൽ ഗൗതം പിതാവിനെ JK ഹൗസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മാത്രമല്ല കാറും ഡ്രൈവറുമടക്കം മകൻ തട്ടിയെടുത്തു. ഒരു കാലത്ത് വിമാനം പറപ്പിച്ചിരുന്ന ഇദ്ദേഹം ഇപ്പോൾ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല തൻ്റെ പേരിനൊപ്പം ചെയർമാൻ എമിറേറ്റ്സ് എന്ന് എഴുതാനുള്ള അവകാശം പോലും അദ്ദേഹത്തിൽ നിന്നും എടുത്തു കളഞ്ഞു. ഒരിക്കൽ ബിസിനസ് ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വിജയ്പത് ഇങ്ങനെ പറയുകയുണ്ടായി: ഞാൻ എൻ്റെ മകൻ ഗൗതം സിംഘാനിയയ്ക്ക് എല്ലാം നൽകി, പക്ഷേ അവൻ എന്നിൽ നിന്ന് എല്ലാം എടുത്തു കളഞ്ഞു. കമ്പനിയുടെ കുറച്ച് ഓഹരികൾ തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ പിന്നീട് അതും നൽകിയില്ല. ഗൗതം ഒരു അഹങ്കാരിയാണ്. സ്വത്തുക്കൾ മുഴുവൻ മകന് കൈമാറിയതിലൂടെ താൻ വലിയ തെറ്റാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ പ്രതാപകാലത്ത് വിജയ്പത് സിംഘാനിയയ്ക്ക് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പറത്താനുള്ള അവസരം ലഭിച്ചിരുന്നു. 5000 മണിക്കൂർ വിമാനയാത്രാ പരിചയമുണ്ട് അദ്ദേഹത്തിന്. 67-ാം വയസ്സിൽ ഹോട്ട് എയർ ബലൂണിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിമാനം പറത്തിയ റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമാണ്. വ്യോമയാന രംഗത്തെ പരമോന്നത ബഹുമതിയായ ഫെഡറേഷൻ എയറോനോട്ടിക് ഇന്റർനാഷണൽ എന്ന ഗോൾഡ് മെഡൽ ഉൾപ്പെടെ വ്യോമയാന മേഖലയിൽ നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 2006 രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. ചെറുപ്പം മുതലേ വിജയ്പത് സിംഘാനിയ കുടുംബകലഹത്തിൽ അകപ്പെട്ടിരുന്നു. തൻ്റെ അമ്മാവിൻ്റെ മരണത്തെ തുടർന്ന് ബന്ധുക്കൾ റെയ്മണ്ടിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. തൻ്റെ 2 ആൺമക്കൾക്കിടയിൽ റെയ്മണ്ട് ഗ്രൂപ്പിനെ വിഭജിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങുന്നതുവരെ കാര്യങ്ങൾ നല്ല നിലയിലായിരുന്നു. ഒരു മകൻ മധുപതി കുടുംബബന്ധം തന്നെ ഒഴിവാക്കി സിംഗപ്പൂരിലേക്ക് മാറി. മാന്യമായ ജീവിതം നയിക്കാൻ ഇപ്പോൾ പാടുപെടുകയാണ് ഈ മുൻ കോടീശ്വരൻ.